റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് മുനമ്പത്ത് ജനങ്ങൾ നടത്തിവന്ന നിരാഹാര സമരം 1 വർഷം പിന്നിട്ടു. മുനമ്പത്തെ ഭൂമി വഖഫിന്റേതല്ലെന്ന ഹൈക്കോടതി വിധിയിൽ പ്രതീക്ഷയർപ്പിച്ചിരിക്കുകയാണ് മുനമ്പം സമരസമിതി. സർക്കാർ റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിക്കും വരെ സമരം തുടരുമെന്ന് സമരസമിതിയും വ്യക്തമാക്കി. വിവരങ്ങൾ നിഷ ദിലീപ് നൽകും. നിഷ, മുനമ്പത്ത് ഈ ഐതിഹാസികമായ സമരം എന്ന് തന്നെ വേണം അതിനെ വിശേഷിപ്പിക്കാൻ. മാത്രമല്ല, ആ സമരത്തിന് വലിയ ആവേശം നൽകുന്ന ഒരു വിധി പ്രസ്താവമാണല്ലോ കേരള ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്നുണ്ടായത്. കോടതി ചൂണ്ടിക്കാണിച്ചത് മുനമ്പത്തേത് വഖഫ് ഭൂമി അല്ല എന്നുള്ളതാണ്. അപ്പോൾ ആ കോടതിയുടെ പ്രസ്താവന, കോടതിയുടെ നിരീക്ഷണം എത്രത്തോളം ആവേശമാണ് ഈ ഐതിഹാസികമായ സമരത്തിന് നൽകുന്നത്? നിഷ. ഗൗതം, 2024 ഒക്ടോബർ 13 മുനമ്പത്തെ വേളാങ്കണ്ണി മാതാപ്പള്ളി അങ്കണത്തിൽ ഈ സമരസമിതിയുടെ നേതൃത്വത്തിൽ നിരാഹാര സമരം ആരംഭിച്ചത്. സമരം ആരംഭിച്ച് 1 വർഷം പിന്നിടുകയാണ്. സമരം ആരംഭിച്ചപ്പോൾ സമരക്കാർ ഉന്നയിച്ച പ്രധാന ആവശ്യം ഇതുവരെ നടപ്പായിട്ടില്ല. ഈ പ്രധാന ആവശ്യം എന്ന് പറയുന്നത് മുനമ്പത്തെ 610 കുടുംബങ്ങൾ റവന്യൂ അവകാശം, അവരുടെ ഭൂമിയിന്മേലുള്ള റവന്യൂ അവകാശം പുനഃസ്ഥാപിക്കണമെന്നതായിരുന്നു. ആ ഒരു കാര്യത്തിൽ തന്നെയാണ് ഇപ്പോഴും സമരസമിതി ഉറച്ചു നിൽക്കുന്നത്. കഴിഞ്ഞ ദിവസം ഈ മുനമ്പത്തെ തീരദേശ ഭൂമി അല്ലെങ്കിൽ മുനമ്പത്തെ ഭൂമി വഖഫിന്റേതല്ല എന്നുള്ള ഹൈക്കോടതിയുടെ വിധി വന്നിരുന്നു. ഈ ഒരു ഹൈക്കോടതി വിധിയെ വളരെ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് മുനമ്പത്തെ തീരദേശ ജനത നോക്കിക്കാണുന്നത്. എന്തായാലും ഇനി ഈ ഒരു കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് സർക്കാരാണ് എന്നാണ് സമരസമിതിയുടെ നിലപാട്. ഈ വഖഫ് ബോർഡ് സർക്കാരിന് കീഴിൽ വരുന്നൊരു സ്ഥാപനമാണ്. അതുകൊണ്ട് തന്നെ ഹൈക്കോടതി വിധിക്കെതിരെ വഖഫ് ബോർഡ് അപ്പീലിന് പോകാതിരിക്കാൻ സർക്കാരിന്റെ ഇടപെടലുകൾ ഉണ്ടാവണം എന്നാണ് സമരസമിതി പറയുന്നത്. ഇക്കാര്യം അവർ മന്ത്രിമാരടക്കമുള്ള ആളുകളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്തായാലും സമരത്തിന്റെ 1ാം വാർഷികത്തോടനുബന്ധിച്ച് ഇന്നലെ വേളാങ്കണ്ണി മാതാപ്പള്ളിയുടെ പാരിഷ് ഹാളിൽ വെച്ച് വിപുലമായ പരിപാടികൾ സംഘടിപ്പിച്ചിരുന്നു. വിവിധ സാമുദായിക നേതാക്കന്മാരൊക്കെ ആ ഒരു സമ്മേളനത്തിൽ പങ്കെടുത്തിരുന്നു. ഇന്നിപ്പോൾ ഇവരുടെ ഈ പ്രധാന ആവശ്യമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞ ആ കാര്യം, അതായത് ഇവരുടെ റവന്യൂ അവകാശങ്ങൾ, ഭൂമിയിലെ മുനമ്പം ജനതയുടെ റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ആ ഒരു കാര്യമാണ്. എന്തായാലും ഹൈക്കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ ഇന്ന് ബി ജെ പി കുഴിപ്പള്ളി വില്ലേജിലേക്ക് ഈ ആവശ്യം ഉന്നയിച്ച് മാർച്ച് നടത്തുന്നുണ്ട്. ബി.ജെ.പിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷോൺ ജോർജ് ആണ് മാർച്ച് ഉദ്ഘാടനം ചെയ്യുന്നത്. 11 മണിക്കാണ് ഈ മാർച്ച് നടക്കുന്നത്. കുഴിപ്പള്ളി വില്ലേജ് ഓഫീസിലേക്കാണ് ബി.ജെ.പിയുടെ നേതൃത്വത്തിൽ അഡ്വക്കേറ്റ് ഷോൺ ജോർജ് നയിക്കുന്ന മാർച്ച് നടക്കുക. ഗൗതം. മുനമ്പത്തെ ജനങ്ങളുടെ സമരം 1 വർഷം പിന്നിടുകയാണ്. വഖഫ് ഭൂമി എന്ന പേരിൽ അവിടേക്ക് വഖഫ് ബോർഡ് നടത്താൻ ശ്രമിക്കുന്ന കടന്നുകയറ്റത്തിനെതിരെ, അധിനിവേശത്തിനെതിരെയാണ് അവിടെ ക്രൈസ്തവ സമൂഹത്തിൻ്റെ ഐതിഹാസികമായ സമരം നടക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ കേരള ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള നിർണായകമായ നിരീക്ഷണം വഖഫ് ഭൂമിയല്ല, മുനമ്പത്തേത് വഖഫ് ഭൂമിയല്ല എന്ന കൃത്യമായ നിരീക്ഷണം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അതിൽ നിന്ന് കൂടുതൽ ഊർജ്ജം ഉൾക്കൊണ്ടുകൊണ്ട് ആ സമരം മുന്നോട്ട് നീങ്ങുകയാണ്. നിഷ ദിലീപാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.